ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഒരു ടേസ്റ്റി ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഇതേ കണ്ടില്ലേ, നമ്മൾ ഒരു ഒനിയനും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഉപ്പിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നതാണ് ബ്രെഡും എഗ്ഗും. ബ്രെഡിന്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് റെക്ടാംഗിൾ ഷേപ്പിൽ പീസ് ആക്കിയിട്ട് നമ്മൾ ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ കട്ട് ചെയ്ത ബ്രെഡിനെ നമ്മൾ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ബ്രെഡ് ക്രംസ് സെറ്റ് ആക്കി വെക്കും. ദെൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഈ ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഏത് ആ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, ഉപ്പിട്ട് ഇതേപോലെ പേസ്റ്റ് ആക്കി അരയ്ക്കുക. ദെൻ 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചതിലോട്ട് ആ അരച്ച മിക്സും ഒരു ഇത്തിരി പാലും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒന്നും നോക്കാനില്ല, ഒരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി. ദെൻ ഒരു പീസ് ബ്രെഡ് എടുക്കുക, നമ്മുടെ ആ മിക്സിൽ ഡിപ്പ് ചെയ്യുക. ദെൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കരിയാണ്ട് നോക്കണം കേട്ടോ. 1 മിനിറ്റോ 2 മിനിറ്റോ വേണ്ടുള്ളൂ, നമ്മുടെ ഐറ്റം റെഡി ആയി കിട്ടും. നല്ല അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ മാറി നിൽക്കുന്നതാണ് ഞാൻ പറയാം. അത്രയും ടേസ്റ്റിയാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ജസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ ഈ ആദ്യമോനും കൊടുത്തു കേട്ടോ, കാരണം അധികം എരിവൊന്നുമില്ല, പിള്ളേർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ബ്രെഡൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മസ്റ്റ് ആയിട്ട് അവർ കഴിച്ചോളൂ കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും ചെയ്യും. സ്കൂളൊക്കെ കിട്ടിയ ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.